How many kilometers from Washington DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്ര ഹാപ്പി ട്രെയിൽ. അപ്പോൾ നമ്മളിവിടെ ടാമ്പ എത്തി. പിന്നെ എന്താ പറയുക, ഈ ഒരാഴ്ച കുറച്ച് അടിച്ചു പൊളിച്ചു. അങ്ങനെ ലോങ് ആയിട്ട് എവിടെയും പോയില്ല, ലോക്കലി കുറച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് മിയാമി പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ലോങ് ഡ്രൈവ് ആണ്, ഒരു 4.5 hours ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ആകെ ലേറ്റായി, ധൃതിയിലൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ കാറിൽ കയറിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മിയാമി പോകുന്ന വഴിയുള്ള കാഴ്ചകളും, അവിടെ പോയിട്ട് ഞങ്ങളൊരു എയർബിഎൻബിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ 2 ദിവസം അവിടെ എൻജോയ് ചെയ്യാണ്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴി മെക്ടയിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. അപ്പോൾ പോകുന്ന വഴി തന്നെ കാറിൽ നിന്ന് കഴിക്കാൻ വെച്ചു. ഇതാ അപ്പോൾ റോഡിലൊക്കെ ഫുള്ള് ഫോഗാണ് കേട്ടോ. നമുക്കിങ്ങനെ അകലേക്കൊന്നും കാണാനില്ല, ചുറ്റും ഫോഗാണ്. ഇപ്പൊ സണ്ണ് എവിടെ പോയി കാണാനില്ലല്ലോ. നല്ല രസമുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പുറപ്പെട്ടു കേട്ടോ. അത് കാരണം വഴിയിലൊക്കെ ഫോഗായിരുന്നു, പക്ഷെ നല്ല രസമായിരുന്നു അതിൽ ഓടിക്കാനായിട്ട്. കുറേ കഴിഞ്ഞിട്ടാണ് സണ്ണും അതുപോലെ വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയത്. ഞാൻ ഫ്ലോറിഡ എത്തിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോസ് ഇപ്പോഴാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വിഷുവൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോയി. അപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് ഇവിടുത്തെ കാഴ്ചകളായിരിക്കും, ഫ്ലോറിഡയിലത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മിയാമി എത്തി, പക്ഷെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ടണലാണ് ക്ലോസ് ആയിരിക്കണം. ബിഗ് ഷിപ്സ് നോക്കോ. കാർണിവൽ ഇതല്ല കുട്ടാ, ഇത് ക്രൂസ്. ഇത് എന്താ പറയാ, വലിയ ക്രൂസ്. നമുക്ക് 5 to 6 to 8 സ്റ്റോറിയുടെ അത്ര വലിയ ഷിപ്പാണ്, ക്രൂസ് ആണത്. നമ്മൾ അതിലല്ല പോണത്. പല പല ടൈപ്പാ. അവിടെ എന്താണ് അതെ, അക്വ പറഞ്ഞിട്ട് വാട്ടർ പാർക്കിന് എന്തോ സംഭവം ഉണ്ട്. അത് സ്ലൈഡ് ആണ്, വാട്ടർ സ്ലൈഡ് പോലത്തെ. ഇതിലും അതുപോലെ വേറെ എന്തോ ഉണ്ട്. ഈ പോർട്ടിലേക്ക് പോവാനുള്ള തോന്നുന്നു ക്ലോസ് ആയിരിക്കും. റോയൽ കരീബിയൻ. അങ്ങനെ മിയാമി എത്തി. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പാർക്കിംഗ് കിട്ടാനും കുറച്ച് സമയമെടുത്തു. ഇനി നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് പോവാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ഫ്ലോറിഡ ആയിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് മിയാമി കീ വെസ്റ്റ് ഒക്കെ വരുന്നത്. അവിടെ മാത്രമല്ല, US-ലേക്കും ആദ്യമായിട്ട് വരുന്നു. അപ്പോൾ പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു. അപ്പം എല്ലാവരും അത്ഭുതമായിരുന്നു. ഞാനിങ്ങനെ കല്യാണത്തിന് മുന്നേ അങ്ങനെ അധികം സ്ഥലങ്ങളോ എവിടെയൊന്നും പോയിട്ടില്ല. നാട്ടിലായാലും തൃശ്ശൂർ വിട്ട് അങ്ങനെ കുറേ സ്ഥലത്തൊന്നും പോയിട്ടേ ഇല്ല. അത് കാരണം എനിക്ക് എല്ലാം അത്ഭുതമായിരുന്നു. ലൈഫിൽ ഇവിടെയൊക്കെ വരാൻ പറ്റുന്നൊന്നും വിചാരിച്ചല്ല, എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വന്നു. അപ്പം ഇതൊക്കെ കാണാൻ പറ്റി. ആ ഒരു സമയത്ത് ആണ് ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പം നമ്മൾ അതുവരെ മിയാമി എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അറിയില്ലല്ലോ. അപ്പം അത് നല്ലൊരു രസമായിരുന്നു. നടക്കണം. ഇവിടെ ചില സ്ഥലത്ത് ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കുറേ പേര് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഷീറ്റൊക്കെ വിരിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ആരോ പാരാസൈലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങളതൊന്നും ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വെച്ച് വന്നതാണ്. അപ്പോൾ വെറുതെ കുറച്ച് സമയം ഇരിക്കാം. അതുപോലെ കുട്ടികളും ബീച്ചിൽ ഇങ്ങനെ കുറേ നേരമൊക്കെ കളിച്ചു കേട്ടോ. കുട്ടി പാട്ട് പാടാണോ?
ചെമ്പരക്കി പട്ടിക്കൊട്ട് വായേ തോന്നിയത് പാടാണ്. അപ്പൊ നമ്മള് ബീച്ചിൽ പോയി, പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ബോട്ട് ടൂർ ഉണ്ട് കേട്ടോ, അപ്പൊ അതിന് പോവാണ്. അപ്പൊ അത് നമുക്ക് സ്കൈ ലൈൻ വ്യൂസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അത് 4:30 ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഒരു 1 അവർ ടൈം, 1.5 അവർ ഉണ്ട്. അപ്പോ അതിന് പോവാണ് കേട്ടോ. ഒമ്പോ, ഇതൊന്നും പോലീസ് പിടിക്കില്ല. അപ്പോൾ ഞങ്ങളൊരു സെലിബ്രിറ്റി ബോട്ട് ടൂർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് ടൂറിൽ നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വില്ലാസ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവരുടെ ബോട്ട്, വില്ല അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബോട്ട് ടൂറാണ്. അപ്പോൾ അതിന് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയിരുന്നു. ഞങ്ങൾക്ക് മേലെ സീറ്റ് കിട്ടിയില്ല കേട്ടോ, താഴെയാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ മേലെ ഇരുന്നാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് വ്യൂ കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് മേലെ പോയി നിൽക്കണം എന്ന് വിചാരിക്കണം. ഇപ്പോൾ താഴെ സെറ്റിലായിട്ടിരിക്കുകയാണ്. Terraza. That house belongs to a very famous Puerto Rican singer. Le pertenece a un cantante puertorriqueño que fue esposo de J-Lo. He was J-Lo's husband. A ver quién sabe, who knows? Marc Anthony. Alright guys, it's gonna be in front of you now, no worries. Va a estar frente a ustedes ahora, the first one in the corner, Jenny from the block. Actually, that's the name of the yacht, Dream. Ese es el nombre del yate, Sueña. See why those palm trees are so straight, huh? Ahora pueden ver en $25 million. La propiedad cuesta solo $125 millones. Viagra works. El Viagra funciona. എനിക്ക് ഈ ഒരു ബോട്ട് റൈഡ് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഇവർ കുറേ വില്ലാസ്, സെലിബ്രിറ്റി വില്ലാസ്, ബോട്ട് അതൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കത് പക്ഷെ അത്ര എക്സൈറ്റഡ് ആയിട്ടൊന്നും തോന്നിയില്ല. മേ ബി നമുക്ക് ഇവരൊന്നും അത്ര അറിയാത്തതുകൊണ്ടായിരിക്കാം. നമുക്കറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ, മമ്മൂട്ടിയുടെ വല്ല വില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പോൾ അതുപോലെ എനിക്കറിയുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിനേക്കാളും നമുക്കൊരു സൺസെറ്റ് വ്യൂ കിട്ടുന്ന പോലെ ഒരു ബോട്ട് പോകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് സൺസെറ്റ് അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സൺസെറ്റൊക്കെ കാണണമെങ്കിൽ നമ്മളത് ഒരു സ്പെസിഫിക് സ്പോട്ട് അതിനനുസരിച്ചിട്ട് ബോട്ട് കൊണ്ടുപോകുമല്ലോ, അങ്ങനെയൊക്കെയല്ലേ കാണാം. അല്ലെങ്കിൽ ഡോൾഫിൻ കാണുന്ന അങ്ങനത്തെ ഒക്കെ. എന്നാലും ഒരു വ്യത്യസ്തമായിട്ട് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ബോട്ട് പോകുന്നത്. പക്ഷെ എന്താ പറയുക, സൺസെറ്റ് ബോട്ടൊക്കെ പോകുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ആ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് കറങ്ങി. അതാ ലേഡിയുടെ പെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. എന്താല്ലേ ഇപ്പം നാട്ടിലെ ന്യൂസൊക്കെ കാണുമ്പം ഇതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ പേര് അങ്ങനെയുണ്ട് കേട്ടോ, അവരെ പെറ്റായിട്ടൊക്കെ വളർത്തുമല്ലോ, അപ്പോൾ അങ്ങനെ പിടിച്ച് നടക്കുവാണ്. പക്ഷെ ഇവിടെ ചില സമയത്ത് ചില ആൾക്കാർ നമുക്കിങ്ങനെ തൊടാൻ വേണ്ടി പൈസ കൊടുത്ത് നമ്മളിങ്ങനെ പാമ്പിനൊക്കെ തൊടുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഞാൻ അതാവുമെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ അല്ല, അവരുടെ പെറ്റാണ്.
അപ്പോൾ അതുപോലെ ഇവിടെ ഈ ബേർഡ്സും ഉണ്ട്. ഇപ്പോൾ ഈ ബേർഡ്സും നമുക്കിങ്ങനെ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലും തലയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അവരെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രസമാണ്. ഞാൻ പണ്ട് വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴി ഇവിടെ ഹിബാച്ചിന്ന് ഡിന്നറും കഴിച്ചു. ഡിന്നർ ഞങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ പ്രശ്നമാണോ അതോ റെസ്റ്റോറൻറ്റിലെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാ. അത്ര രസം ഉണ്ടായിരുന്നില്ല, കുറച്ച് ഫ്ലോപ്പായിരുന്നു. പക്ഷെ അവർ ഓർഡർ ചെയ്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടാൾ ഓർഡർ ചെയ്തത് അത്ര പൊളിയില്ലായിരുന്നു. ഷോ കാണിച്ചത് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് മിയാമിയിലത്തെ ഡേ 1 വിശേഷങ്ങൾ. പിന്നെ നമ്മൾ എയർബിഎൻബി പോവാണ്. അപ്പോൾ എയർബിഎൻബിയിലത്തെ ഒരു ഹോം ടൂറായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.